ബി.ജെ.പി. നേതൃയോഗത്തിൽ ഭിന്നത. എം.ടി. രമേശ്, പി.കെ. കൃഷ്ണദാസ്, എ.എൻ. രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. വേദിയിൽ ഇരിക്കേണ്ടവരുടെ പട്ടികയിൽ എം.ടി. രമേശ്, പി.കെ. കൃഷ്ണദാസ് എന്നിവരുടെ പേരുകളുണ്ടായിട്ടും പങ്കെടുക്കുന്നില്ല. അതേസമയം താൻ പങ്കെടുക്കേണ്ട പരിപാടിയല്ല എന്ന് എം.ടി. രമേശ് പ്രതികരിച്ചു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ ആന്റണി, ബി.ജെ.പിയിൽ നിലവിലുള്ള പൊട്ടിത്തെറികൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യോഗം ഇന്ന് അവിടെ നടക്കുന്നത്. അവിടെയാണ്, ആ യോഗത്തിലേക്കാണ് എം.ടി. രമേശ് വരില്ല, താൻ പങ്കെടുക്കേണ്ട പരിപാടിയല്ല എന്ന് പറയുന്നത്. ബി.ജെ.പിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണോ ഈ ഒരു സമയത്ത്? സ്വാതി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ നേതൃയോഗം ആദ്യമായി നടക്കുകയാണ്. ഈ നേതൃയോഗത്തിൽ തന്നെ വലിയ ഭിന്നതകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പി.കെ. കൃഷ്ണദാസ് വിഭാഗം ഈ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. പി.കെ. കൃഷ്ണദാസ്, ഒപ്പം തന്നെ എം.ടി. രമേശ്, എൻ. രാധാകൃഷ്ണൻ, അതൊരു സംഘമായി അവരുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ സംഘം ഈ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. എം.ടി. രമേശിനെയും പി.കെ. കൃഷ്ണദാസും എല്ലാം വേദിയിൽ ഇരിക്കേണ്ടതാണ്. അതായത് സംസ്ഥാന വക്താവായിട്ടുള്ള ടി.പി. സിന്ധുമോൾ 2 തവണ ആവർത്തിച്ച് ഇരുവരുടെയും പേരുകൾ വിളിച്ചു. എന്നാൽ ഇരുവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇരുവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ആ വിഭാഗം പൂർണ്ണമായും ഇതിൽ നിന്നും മാറി നിൽക്കുന്നു, നേതൃയോഗത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിയിൽ ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. സംസ്ഥാന അധ്യക്ഷനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പരാജയം അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നു. ഒപ്പം തന്നെ പരസ്യ പ്രതികരണമായി പ്രവർത്തകരും നേതാക്കളും എല്ലാം രംഗത്ത് വരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എം.ടി. രമേശ് അടക്കമുള്ള നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. താൻ പങ്കെടുക്കേണ്ട യോഗമല്ല ഇതെന്ന് എം.ടി. രമേശ് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് 2 തവണ ആവർത്തിച്ച് വിളിച്ചിരുന്നു. മാത്രമല്ല അവർക്ക് 2 പേർക്കും ഇരിക്കാനുള്ള കസേരയും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 പേരും ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയാവേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണിത്. എന്നാൽ തങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രനും ഒപ്പം തന്നെ വി മുരളീധരനും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇരുവർക്കുമിടയിൽ ആഭ്യന്തര കലഹം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി. സഹിൻ, ഇപ്പോൾ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ കെ സുരേന്ദ്രനാണെങ്കിലും മുരളീധരനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും ഇവരൊക്കെ പ്രതികരിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, മാധ്യമങ്ങളെ പഴിചാരുന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അവിടെയാണ് ഇപ്പോൾ എം.ടി. രമേശിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, മാറി നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരികയല്ലേ ഈ ഒരു സമയത്ത്? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് സ്വാതി വിലയിരുത്തേണ്ടി വരിക. കാരണം എം.ടി. രമേശ് എന്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. താൻ പങ്കെടുക്കേണ്ട യോഗമല്ല ഇതെന്നുള്ളത്. പക്ഷേ സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ നേതൃനിരയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പി.കെ. കൃഷ്ണദാസ് കൂടാതെ എൻ. രാധാകൃഷ്ണൻ, ഇവർ 3 പേരും സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ബി.ജെ.പിയുടെ നേതാക്കളാണ്, മുതിർന്ന നേതാക്കളാണ്. ഈ 3 പേരും ഒരു വിഭാഗത്തിൻ്റെ ആളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഭാഗമാണ് ഈ യോഗം പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുന്നത്. അതായത് പി.കെ. കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എം.ടി. രമേശ് ഇതിന് കൃത്യമായ മറുപടി ഒന്നും തന്നെ പറയുന്നില്ല എങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ബി.ജെ.പിയിലുള്ള ഒരു ആഭ്യന്തര കലഹമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടി വരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുരേന്ദ്രൻ യോഗത്തിൽ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ശരി സഹിൻ.